ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ പൂച്ച തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞിൻ്റെ കഴുത്തിന് പിന്നിലിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞ് നല്ല സുഖനിദ്രയിലായിരിക്കും. അതേ പൂച്ച ഒരു എലിയെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കഴുത്തിന് പിന്നിൽ കടിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവുക. പക്ഷേ ആ സമയത്ത് ആ എലി വേദന കൊണ്ട് പുളയുകയായിരിക്കും, ജീവന് വേണ്ടി പിടയുകയായിരിക്കും. കേവലം ഒരു പൂച്ചയ്ക്ക് പോലും അറിയാം എവിടെയാണ് വയലൻസ് പ്രയോഗിക്കേണ്ടത്, എവിടെയാണ് വയലൻസ് പ്രയോഗിച്ചു കൂടാത്തതെന്ന്. ഈ 6 അറിവുണ്ടെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന 7ാം അറിവും തേടിപ്പോകുന്ന നമ്മൾ മനുഷ്യരാണ് ഈ കാര്യത്തിൽ പക്ഷെ ബഹുദൂരം പിന്നിലായി പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയൊക്കെ സംഘർഷങ്ങളിലാണ്, എത്രയൊക്കെ യുദ്ധങ്ങളിലാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലാക്കൊല ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിലായാലും ശരി, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ പ്രശ്നത്തിലായാലും ശരി, എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ ചെയ്ത തെറ്റ്? അവർ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ ഭാഗമാണോ? അവർ ആരെയെങ്കിലും ബോംബ് വെച്ചോ തലവെറ്റിയോ കൊന്നിട്ടുണ്ടോ? അവർ ആർക്കെങ്കിലും ഭീഷണിയാണോ? അവർ ആരെങ്കിലും വെല്ലുവിളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ മനുഷ്യകുലത്തിനോ അവർ ഭീഷണിയാണോ? അല്ല, അവർ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. പക്ഷേ അവർ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെടുകയാണ്. ആരൊക്കെയോ ചെയ്ത തെറ്റുകൾക്ക് പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ബോംബ് വർഷിച്ച് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു പക്ഷേ വലിയ ശാസ്ത്രജ്ഞനോ ഡോക്ടറോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന വൈദ്യശാസ്ത്ര രംഗത്തോ ശാസ്ത്രരംഗത്തോ സാങ്കേതിക രംഗത്തോ ഏതെങ്കിലും രീതിയിൽ ഈ ലോകത്തിന് വലിയ രീതിയിൽ ഒരു അസറ്റാവാൻ സാധ്യതയുള്ള എത്രയോ കുഞ്ഞുങ്ങൾ അവർ തളിരിലെ തന്നെ പറിച്ച് എറിയപ്പെടുകയാണ്. നമുക്ക് ചുറ്റും അനുദിനം ചിതറി വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആരെങ്കിലും അതിനെതിരെ പ്രതികരിക്കുന്നുണ്ടോ? ഇല്ല. ആരൊക്കെയോ ചില തെറ്റുകൾക്ക് പേരിൽ അവരെ കൂടി ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു ഔചിത്യബോധം നമ്മൾ ഈ മനുഷ്യർക്ക് ഒട്ടും തന്നെ ഇല്ലാത്തത്? നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ജീവനെ പറിച്ചെടുത്ത് കളയാൻ നമുക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് നിമിഷവും തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് വന്ന് വീണേക്കാം എന്ന ചിന്തയോടുകൂടി ആ വിധം ഭയാശങ്കകളോടുകൂടി ജീവിച്ചു പോരുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ഹൃദയത്തിലുള്ള നൊമ്പരത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്കിടയിൽ തന്നെ എത്രയോ വലിയ കൊടും ക്രിമിനലുകൾ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളോടുകൂടി യാതൊരു കൂസലുമില്ലാതെ നെഞ്ചും വിരിച്ച് നടക്കുമ്പോഴാണ് ഒരു തെറ്റും ചെയ്യാത്ത ഈ കുട്ടികൾ ഇങ്ങനെ അനുദിനം ക്രൂശിക്കപ്പെടുന്നത്. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഒരു പ്രത്യേക ഭൂപ്രവിശ്യയിലോ അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിലോ ഒരു രാജ്യത്തോ ജനിച്ചു പോയതാണോ അവരുടെ തെറ്റ്? അതിനപ്പുറമുള്ള എന്ത് തെറ്റാണ്, എന്ത് പാതകമാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്? പക്ഷേ എന്തോ നമുക്കാർക്കും അവരോട് യാതൊരു രീതിയിലുള്ള അനുകമ്പയോ അലിവോ തോന്നുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ഇതുപോലെ ബോംബ് കൂനകൾക്കിടയിൽ, ചിതറിത്തെറിച്ച കെട്ടിടങ്ങൾക്കിടയിൽ അവരുടെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ, അതിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കൊട്ടും മനസ്സ് വേദനിക്കുന്നില്ലേ? ഇപ്പോഴും അന്തമില്ലാതെ തുടരുന്ന ഈ യുദ്ധങ്ങൾ ഇനി എത്ര ജീവനെടുക്കും? ഇതിന് ഒരു കയ്യും കണക്കുമില്ലേ? ഇതിനൊന്നും ചോദിക്കാൻ ആരുമില്ലേ? ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള വലിയ വലിയ സംഘടനകൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. ഇനിയെങ്കിലും നമ്മൾ ഉദ്ബുദ്ധരായ ഈ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം, ബോധവാന്മാരാകണം, ഇതിനെതിരെ പ്രതികരിക്കണം. ഇനിയും ഇതുപോലെ ചെയ്യാത്ത തെറ്റുകൾക്ക് പേരിൽ ഒരുപാട് കുരുന്ന ജീവനുകൾ അരുംകൊല ചെയ്യാൻ പാടില്ല. അവർ അവരുടേതായ ലോകത്തേക്ക് അവരെ നമ്മൾ വിട്ടുകൊടുക്കുക. മുതിർന്നവർ തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള സംഘർഷങ്ങളുണ്ടാകാം, വലിയ വലിയ പ്രവിശ്യകൾ തമ്മിൽ അതിർത്തി സംഘർഷങ്ങളുണ്ടാകാം, അഭിപ്രായ ഭിന്നതകളുണ്ടാകാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ ഒന്നും കണക്ക് തീർക്കേണ്ടത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ബോംബ് വർഷിച്ചുകൊണ്ടല്ല. അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇതിനൊരു അന്ത്യം കുറിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മൗനമാണ് ഏറ്റവും വലിയ ഭീഷണി. ദുഷ്ടന്മാരുടെ
പ്രവൃത്തികളേക്കാൾ ഏറ്റവും മാരകമായത് നല്ല മനുഷ്യന്മാരുടെ മൗനമാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൗനമാണ് ഏറ്റവും വലിയ പാതകം. അത് നമ്മൾ ഭഞ്ജിക്കണം. എന്നിട്ട് നമ്മൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്ന് കുരുന്നുകൾക്കെതിരെയുള്ള ഇത്തരം അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും അതിൻ്റെ ഒരു അടിവരയിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാനിവിടെ ആവശ്യപ്പെടുകയാണ്. ഇനിയെങ്കിലും നമ്മുടെ സമൂഹ മനസ്സാക്ഷി ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ജയ് ഹിന്ദ്.